നമ്മളിന്ന് പറയാൻ പോകുന്നത് 2007 പുറത്തിറങ്ങിയ കർവ് ദ സ്ലൈറ്റ് മൗത്ത് വുമൻ എന്ന ഒരു ജപ്പാനീസ് സിനിമയാണ്. ഹൊറർ സിനിമയാണ്. ഇതിലെ പ്രധാന ക്യാരക്ടറാണ് കുച്ചുസാക്കി ഓന. കുച്ചുസാക്കി ഓന ആരാണെന്നറിയാത്തവർക്കായി, കുച്ചുസാക്കി ഓന ജപ്പാൻ മിത്തുകളിലെ ഒരു പ്രധാന ക്യാരക്ടറാണ്. ജപ്പാൻ മിത്തുകളെന്ന് വെച്ചാൽ നമ്മുടെ ഇവിടെയുള്ള യക്ഷി, മറുത, മാടൻ എന്നിങ്ങനെ പോലെയുള്ള ഒരു മിത്താണ് ജപ്പാൻകാർക്കുള്ളത്. കേരളം കഴിഞ്ഞ് കഴിഞ്ഞാൽ ജപ്പാനാവും മിത്തുകളിൽ ഫസ്റ്റ്. കാരണം അത്ര ബ്രൂട്ടൽ മിത്തുകളാണ് അവർക്കുള്ളത്. അതിലൊരു പ്രധാന ക്യാരക്ടറാണ് കുച്ചുസാക്കി ഓന. കുച്ചുസാക്കി ഓനയുടെ കഥ നോക്കുകയാണെങ്കിൽ, ഒരു സമറിയക്കാരൻ്റെ ഭാര്യയായ കുച്ചുസാക്കി ഓന അയാളുടെ സംശയരോഗത്തിന് ഇരയായി മാറുകയാണ്. അതുവഴി അയാൾ പുല്ല് വെട്ടുന്ന കത്രികയില്ലേ, അത് വെച്ച് കുച്ചുസാക്കി ഓനയുടെ മുഖം കീറും. വാ മുതൽ വാ വലിച്ചു കീറി ചെവി വരെ എത്തിക്കും. എന്നിട്ട് വഴിയരികിൽ ഇറക്കി വിടും. ആരും അവളെ സഹായിക്കില്ല. അങ്ങനെ അവൾ അവിടെ കിടന്ന് മരിക്കും. അതിൻ്റെ പ്രതികാരം വീട്ടാനായി അവൾ ഒറ്റയ്ക്ക് നടക്കുന്ന ആളുകളുടെ അടുത്ത് ചെന്ന് ഒരു മാസ്ക് ധരിച്ച് ചോദിക്കും, എന്നെ കാണാൻ ഭംഗിയുണ്ടോ എന്ന്. കണ്ട ആൾക്കാർ ഭംഗിയുണ്ടെന്ന് പറയും. അപ്പോൾ അവൾ മാസ്ക് ഊരി ചോദിക്കും വീണ്ടും, എന്നെ കാണാൻ ഭംഗിയുണ്ടോ എന്ന്. ഉണ്ടെന്നാണെങ്കിൽ നിങ്ങളുടെ ഉത്തരം, ഇല്ലെന്നാണെങ്കിലും നിങ്ങളെ കുച്ചുസാക്കി ഓന അവളുടെ മുഖം പോലെയാക്കി തരും. ഇതാണ് അവിടുത്തെ മിത്ത്. ഇതിനെ ആസ്പദമാക്കി 2007 പുറത്തിറങ്ങിയ സിനിമയാണിത്. അതുപോലെ ജപ്പാനിലെ ആദ്യത്തെ കുച്ചുസാക്കി ഓനയെ ആസ്പദമാക്കിയ സിനിമയും കൂടിയാണ് അപ്പോൾ നമുക്ക് നേരെ ഈ സിനിമയിലേക്ക് പോകാം. അതുപോലെ ചാനൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ കഥയുടെ മായാലോകത്തിലേക്ക് നമുക്ക് പോകാം. കഥാ ഫ്രെയിമിൻ്റെ തുടക്കത്തിൽ കാണിക്കുന്നത് ഒരു സ്കൂളാണ്. ആ സ്കൂളിൽ 3 പെൺകുട്ടികൾ ഇന്ന് സംസാരിക്കുകയാണ്. നമ്മുടെ ക്ലാസ്സിലെ ഒരു കുട്ടി കുച്ചുസാക്കി ഓനയെ കണ്ടു. അവൾ ബ്ലാക്ക് ജാക്കറ്റും അതുപോലെ തന്നെ ഒരു മാസ്കും ധരിച്ചിരുന്നു. എന്നെല്ലാം പറഞ്ഞ് അവിടെ ഇന്ന് സംസാരിക്കുകയാണ്. പിന്നെ കാണിക്കുന്നത് ഒരു കുടുംബത്തെയാണ്. ആ കുടുംബത്തിൽ പെൺകുട്ടി അച്ഛനോട് ചോദിക്കുകയാണ്, എൻ്റെ ക്ലാസ്സിലെ കുട്ടികൾ കുച്ചുസാക്കി ഓനയെക്കുറിച്ച് പറയുന്നുണ്ട്. അപ്പോൾ അച്ഛൻ പറയും, എൻ്റെ കാലഘട്ടത്തിലും ഇതുപോലെ പറയാറുണ്ട്, പക്ഷേ ഞാനൊന്നും അത് വിശ്വസിക്കാറില്ല. അതൊക്കെ നമ്മളെ പേടിപ്പിക്കാൻ വേണ്ടി കൂട്ടുകാർ പറയുന്നതാ, നീയൊന്നും അതിൽ വിശ്വസിക്കരുതല്ലേ എന്ന് ആ കുട്ടിയോട് അവളുടെ അച്ഛൻ പറയും. അത് എന്നെ വീണ്ടും കാണിക്കുന്ന ഒരു പാർക്കിലാണ്. പാർക്കിലെ 3 കുട്ടികൾ ഇരുന്ന് സംസാരിക്കുകയാണ് കുച്ചുസാക്കി ഓനയെക്കുറിച്ച്. അതിലൊരു കുട്ടി ബാക്കി 2 കുട്ടികളെയും കുച്ചുസാക്കി ഓനയുടെ കഥ പറഞ്ഞ് പേടിപ്പിക്കുകയാണ്. ആ കുട്ടി പറയുന്നുണ്ട്, കുച്ചുസാക്കി ഓനെ പിടിച്ചുകൊണ്ട് പോകുന്ന കുട്ടികളെ ഒരു ചുവന്ന വീട്ടിലാണ് അത് തടങ്കിലാക്കുക എന്നത്. പിന്നെ കാണിക്കുന്നത് മറ്റൊരു കുടുംബത്തെയാണ്. അവിടെയുള്ളൊരു അമ്മ തൻ്റെ ഒരു പെൺകുട്ടിയെ അടിക്കുന്ന സീൻ കാട്ടി അവിടെ നിന്ന് സീൻ കട്ടാക്കുന്നു. പിന്നെ അവിടെ നിന്ന് കട്ടാക്കി വീണ്ടും കാണിക്കുന്ന ഒരു കുടുംബത്തെയാണ്. അവിടെ 2 പെൺമക്കളും ഒരു അമ്മയുമാണുള്ളത്. അവിടെയും കുച്ചുസാക്കി ഓനയെക്കുറിച്ച് തന്നെയാണ് സംസാരം. ഇതിലൂടെ സംവിധായകൻ നമുക്ക് കാണിച്ചു തരുന്നത് എന്താണെന്ന് വെച്ചാൽ, ആ നഗരം മുഴുവൻ കുച്ചുസാക്കി ഓന എന്ന മിത്തിനെ പേടിക്കുന്നു എന്നാണ്. അതുപോലെ 5 മണിക്ക് ശേഷം ആരും അവിടെ പുറത്തിറങ്ങാറുമില്ല. പിന്നെ വീണ്ടും കാണിക്കുന്നത് സ്കൂളാണ്. അങ്ങോട്ട് നമ്മുടെ യാമാഷി കയറി വരാണ്. അതാണ് നമ്മുടെ സിനിമയിലെ നായിക യാമാഷി. അതാണ് ഈ സ്കൂളിലെ ടീച്ചർ. അവൾ വന്ന 3 കുട്ടികളില്ലേ അവിടെ നിന്ന് സംസാരിക്കുന്നുണ്ടായത് കുച്ചുസാക്കി ഓന ജാക്കറ്റ് ഇട്ട് വന്നു എന്ന് പറഞ്ഞത്. ആ കുട്ടികളെ സ്കൂളിൽ നിന്ന് പറഞ്ഞു വിടാണ്. കാരണം സ്കൂൾ ടൈം കഴിഞ്ഞതിന് ശേഷം ചില കുട്ടികൾ ഇന്ന് സംസാരിക്കില്ലേ, എല്ലാ സ്കൂളിലും ഉണ്ട്. അതുപോലെ സംസാരിക്കുന്ന കുട്ടികളെ പറഞ്ഞു വിടുകയാണ് അവർ. എന്നിട്ട് അവൾ പുറത്തു വന്നപ്പോൾ അവിടെ ഇറോഷി വരികയാണ്. ഇറോഷി അവിടുത്തെ ഒരു മാഷാണ്. അവർ രണ്ടുപേരും കൂടിയിട്ടാണ് പിന്നെ കുട്ടികളെ പുറത്താക്കാൻ പോകുന്നത്. അങ്ങനെ ഇറോഷി ഒരു ക്ലാസ്സിൽ കയറി പോവുകയാണ്. അവിടെ നോക്കുമ്പോൾ ബോർഡിലായിട്ട് കുച്ചുസാക്കി ഓനയുടെ പടം വരച്ച് വെച്ചിരിക്കുന്നത് അവൻ കാണാണ്. അത് കണ്ടതും അവൻ അതിൻ്റെ അടുത്ത് പോയി അത് തൊടും. അപ്പോൾ തന്നെ അവിടെ ഒരു ഭൂമികുലുക്കം ഉണ്ടാകും. അപ്പോൾ നമുക്ക് കാണിച്ചു തരുന്നുണ്ട്, ഒരു ഇരുട്ട് സ്ഥലത്തു നിന്ന് ഒരു മാസ്ക് ധരിച്ച സ്ത്രീ പുറത്തു വരുന്നത്. അതെ, കുച്ചുസാക്കി ഓന കഥയിലേക്ക് വന്നിരിക്കുന്നു. അതുപോലെ നമ്മുടെ ഇറോഷിക്ക് ഒരു കഴിവുണ്ട്. അവൻ ചെറുപ്പം മുതലേ ആരെങ്കിലും ഒരു നെഗറ്റീവ് എനർജി അവൻ്റെ അടുത്തുണ്ടെങ്കിൽ അവന് ഒരു ശബ്ദം കേൾക്കാൻ തുടങ്ങും. ആ ശബ്ദം പിന്തുടർന്ന് പോയാൽ ആ നെഗറ്റീവ് എനർജിയുടെ അടുത്തേക്ക് എത്താൻ പറ്റും. ആ കഴിവ് അവനുണ്ട്. ആ കുച്ചുസാക്കി ഓന പുറത്ത് വന്നതോടും കൂടി ആ ശബ്ദം അവന് കേൾക്കാനും തുടങ്ങും. അവിടെ നിന്ന് സീൻ കട്ടാക്കി കാണിക്കുന്നത് പാർക്കിൽ ഇരുന്ന് കളിക്കുന്ന 3 കുട്ടികളെയാണ്. അവർ 3 കുട്ടികളും കളിച്ച് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇന്നെങ്കിലും നമുക്ക് കുച്ചുസാക്കി ഓനയെ കാണണം. എടാ, കുച്ചുസാക്കി ഓനയ്ക്ക് ഒന്നൊരു കള്ളം പറയുന്നതാ എന്നൊരു കുട്ടി പറയും. പെട്ടെന്ന് അവൻ്റെ ബാക്കിലുള്ള ഒരു സ്ത്രീ ഒരു പുല്ല് വെട്ടുന്ന കത്രികയില്ലേ, അത് പിടിച്ച് മാസ്കും ധരിച്ച് അവിടെ നിന്ന് അവൻ്റെ മുടി പിടിച്ച് പൊക്കും. അവിടെ നിന്ന് സീൻ കട്ടാക്കി പിറ്റേ ദിവസം അസംബ്ലിയാണ് കാണിക്കുന്നത്. അസംബ്ലിക്ക് എല്ലാവരും ഒരുങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ആ സമയത്ത് 3 കുട്ടികൾ അവിടെ നിന്ന് സംസാരിക്കുമ്പോൾ അവർ പെട്ടെന്ന് കൈ ചൂണ്ടിക്കാട്ടി പറയും, ഇതേ കുച്ചുസാക്കി ഓന വന്നിരിക്കുന്നു എന്ന്. അങ്ങോട്ട് നോക്കുമ്പോഴോ നമ്മൾ കഥയുടെ തുടക്കത്തിൽ കണ്ടില്ലേ ഒരു സ്ത്രീ ഒരു കുട്ടിയെ അടിക്കുന്നത്.
ആ കുട്ടിയാണ് അവിടെ. അവളുടെ അമ്മ അടിച്ച പാട് കാണാതിരിക്കാൻ മാസ്ക് വെച്ചാണ് അവൾ വരുന്നത്. അതെവിടെയുള്ള എല്ലാ കുട്ടികൾക്കും അറിയാം. എന്നിട്ടും അവളെ കളിയാക്കുകയാണ് അവർ. എല്ലാം സ്കൂളിലുണ്ടാവും ഇങ്ങനത്തെ കുറേ ക്ലാങ്ങൾ. അതിനുശേഷം അസംബ്ലി ആരംഭിക്കുകയാണ്. അസംബ്ലിയിൽ പ്രിൻസിപ്പൾ വിളിച്ചു പറയുന്നത് ഇന്നലെ കാണാതായ ആ കുട്ടിയെക്കുറിച്ചാണ്. നമ്മുടെ സ്കൂളിൽ ഒരു കുട്ടി മിസ്സിംഗ് ആയിട്ടുണ്ട്. അതുകൊണ്ട് ഇന്നു മുതൽ നിങ്ങളൊരു ഗ്രൂപ്പായിട്ടും വീട്ടിലേക്ക് അയക്കുക എന്നെല്ലാം പറയാണ്. ആ ഗ്രൂപ്പിൻ്റെ അധികാരം കൊടുക്കുന്നത് നമ്മുടെ യാമാഷിക്കും ഹിറോഷിക്കുമാണ്, നായകനും നടിക്കും. അവർക്കാണ് ഇതിൻ്റെ അധികാരം കൊടുക്കുക. എന്നിട്ട് വൈകിട്ട് അവർ പറഞ്ഞുവിടുന്ന സമയത്ത് ആ അമ്മയുടെ നടി കിട്ടിയില്ലേ ആ കുട്ടി, തൽക്കാലം നമുക്ക് കുട്ടി ഈ കഥയിലൊരു അംഗമായതുകൊണ്ട് നമുക്ക് തൽക്കാലമായിട്ടൊരു പേരിടാം, മീര. അവൾ യാമാഷിയോട് പറയാണ് അവൾ വീട്ടിലനുഭവിക്കുന്ന കാര്യങ്ങളെല്ലാം. ഇത് കേട്ടതും യാമാഷി ചൂടാകാണ്. യാമാഷി ചൂടാകുന്നത് കണ്ട് മീര അവിടെ നിന്ന് ഏറ്റു ഓടാണ്. അവർ ഓടിച്ചെല്ലുന്നതോ സിംഹത്തിൻ്റെ മടയിലേക്കെന്ന് പറയുന്നത് പോലെ കുച്ചിസാക്കിയോനയുടെ മുമ്പിലാണ്. കുച്ചിസാക്കിയോന ഉടനെ മീരയെ കയറി പിടിക്കും. അവൾ ആ ബഹളത്തിനിടയിൽ കുച്ചിസാക്കിയോനയുടെ മാസ്ക് വലിച്ചൂരും. അതെ, ആ കീറിയ മുഖം നമ്മുടെ യാമാഷി കാണും. ശരിക്കും അത് കാണുമ്പോൾ നമുക്ക് തന്നെ ഒരു ഇത് തോന്നും. ഇത് കാണുമ്പോൾ യാമാഷി കാറിയിടും. പെട്ടെന്ന് നമ്മുടെ നായകൻ ഹിറോഷിക്ക് ഒരു നെഗറ്റീവ് എനർജി തോന്നും. അവൻ ഉടനെ പോലീസൊക്കെ ആയിട്ട് അങ്ങോട്ട് വരും. പക്ഷെ അവർക്ക് യാമാഷിയെ മാത്രം രക്ഷിക്കാൻ പറ്റുള്ളൂ. നമ്മുടെ മീരയെ കുച്ചിസാക്കിയോനെ കൂടെ കൊണ്ടുപോകും. പിന്നെ കാണിക്കുന്നത് വീട്ടിലെത്തിയ യാമാഷി മൊബൈൽ എടുത്ത് ഭർത്താവിനെ വിളിക്കുന്നതാണ്. അവർ ഡിവോഴ്സായി. കാരണം യാമാഷിക്ക് ദേഷ്യ സ്വഭാവമാണ്. അവൾ ഒരു ചെറിയ കാര്യത്തിന് വരെ ദേഷ്യപ്പെടും. അതാണ് ആ കുക്രാവ് അമ്മയുടെ കാര്യം പറഞ്ഞപ്പോൾ അവൾക്ക് ദേഷ്യം വന്നത്. എന്നിട്ട് അവൾ വിളിച്ച് ഭർത്താവിനോട് ചോദിക്കുകയാണ്, ഇന്നെങ്കിലും എൻ്റെ മകളെ കാണാൻ അനുവാദം ചോദിക്കുകയാണ്. എന്നാൽ ഭർത്താവ് അനുവാദം കൊടുക്കില്ല. അപ്പോൾ നമുക്ക് പഴയൊരു പാസ്റ്റ് കാണിച്ചു തരികയാണ്. യാമാഷി തൻ്റെ മകളോട് ചോദിക്കുകയാണ്, നീ എൻ്റെ കൂടെ വരുന്നോ അതോ അച്ഛൻ്റെ കൂടെ പോകുന്നോ എന്ന് ചോദിക്കും. അപ്പോൾ കുട്ടി പറയും, ഇല്ല, അമ്മ എന്നെ എപ്പോഴും അടിക്കും, ഞാൻ അച്ഛൻ്റെ കൂടെ പോകുള്ളൂ എന്ന് പറയും. ഉടനെ അവൾ ആ കൊച്ചിൻ്റെ മുഖത്തിട്ട് ഒരെണ്ണം കൊടുക്കും. അവിടെ നിന്ന് സീൻ കട്ടാക്കി വീണ്ടും കാണിക്കുന്നത് യാമാഷിയും ഹിറോഷിയും സംസാരിച്ച് നടക്കുന്നതാണ്. അപ്പോൾ ഹിറോഷി ഒരു ഫോട്ടോ എടുത്ത് അവൾക്ക് കൊടുക്കും. അതെ, യാമാഷി നോക്കുമ്പോൾ അതെ കുച്ചിസാക്കിയോനയുടെ ചിത്രമാണത്. അത് 30 വർഷം മുമ്പുള്ള ചിത്രമാണെന്ന് ഹിറോഷി പറയും. അങ്ങനെ അവർ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ ഹിറോഷിക്ക് നെഗറ്റീവ് എനർജി അടിക്കാൻ തുടങ്ങും. ആ ശബ്ദവും കേൾക്കും. അത് കേട്ടതും അവർ രണ്ടുപേരും കാർ എടുത്ത് ആ ശബ്ദം കേട്ട സ്ഥലത്തേക്ക് പോകും. ആ സ്ഥലത്താണെങ്കിൽ ഒരു കുട്ടി ഒറ്റയ്ക്കേ വീട്ടിലുള്ളൂ. പെട്ടെന്ന് വാതിൽ ആരോ തട്ടുകയാണ്. അവൻ വന്ന് വാതിൽ തുറക്കുമ്പോഴോ കുച്ചിസാക്കിയോന മാസ്ക് ധരിച്ച് അവിടെ നിൽക്കുന്നു. ഇവനെ പിടിക്കാനായി അത് അകത്തേക്ക് വരും. എന്നിട്ട് ഇവനെ വലിച്ചഴിച്ച് കൊണ്ടുപോകുമ്പോഴേക്കും നമ്മുടെ രണ്ട് നായകനും നായികയും അങ്ങോട്ട് വരും. എന്നിട്ട് കുറച്ചു നേരം കുച്ചിസാക്കിയോനായിട്ട് ഒരു ഗുസ്തികൃത്തമാണ്. അപ്പോഴേക്കും യാമാഷി വന്ന് കത്തിയെടുത്ത് കുത്തും. എന്നാൽ കുച്ചിസാക്കിയോന ഒരു ആത്മാവല്ലേ, അത് അവൾ കയറിയിരുന്ന ബോഡിയിൽ നിന്ന് പോകും. ആ ബോഡിയാണെങ്കിലോ കഥയുടെ തുടക്കത്തിൽ കാണിച്ചില്ലേ 2 പെൺകുട്ടികളുണ്ടായത്, ഒരമ്മ, സിംഗിൾ മദർ. ആ സിംഗിൾ മദർ ആയിരുന്നു. ഇത് കണ്ട് അവർ അവിടെ ഇരിക്കും. പിന്നെ ആ മദറിൻ്റെ വീട്ടിലേക്ക് അവർ പോകും. അവിടെ പോകുമ്പോൾ ആ 2 കുട്ടികൾ മാത്രമേ വീട്ടിലുള്ളൂ. അവരുടനെ പറയും, അമ്മ എവിടെയില്ല, അമ്മ കടയിലേക്ക് പോയിക്ക, കുറച്ച് കഴിഞ്ഞിട്ട് വരാൻ പറയും. ഇത് കണ്ടതും യാമാഷി തളർന്നു പോവും. എന്നിട്ട് അവൾ അവളുടെ കൊച്ചിനോട് ചെയ്തത് അവൾ ഇപ്പോഴാണ് ഓർക്കുന്നത്. എന്നിട്ട് നീങ്ങി നിന്നിരുന്ന് കരയും. ആ സമയത്ത് ഹിറോഷി അങ്ങോട്ട് വന്ന് അവൻ ആരോടും പറയാത്തൊരു കാര്യം അവളോട് പറയും. ഞാനിതാരോടും പറഞ്ഞിട്ടില്ല, നിന്നോടാണ് ഞാൻ ഇപ്പോൾ പറയുന്നത്. എൻ്റെ അമ്മയാണ് കുച്ചിസാക്കിയോന. എൻ്റെ ചെറുപ്പപ്രായത്തിൽ എനിക്ക് 2 സഹോദരങ്ങളും കൂടി ഉണ്ടായിരുന്നു. എല്ലാ ദിവസവും ഞങ്ങളെ 3 പേരും ആ സ്ത്രീ തല്ലുമായിരുന്നു. എന്നാൽ വിചിത്ര രീതിയിൽ ആ മാസ്ക് ധരിച്ച ആ സ്ത്രീ മതിലും നോക്കിയിരുന്ന് കരയും. എന്നിട്ട് ഞങ്ങൾ ഉപദ്രവിക്കും. ഒരിക്കൽ ഞാൻ തിരിച്ചു വീട്ടിലെത്തിയപ്പോൾ എൻ്റെ സഹോദരങ്ങളെയും ആ സ്ത്രീയും കാണാനിടായില്ല. അങ്ങനെ ഞാൻ അനാഥാലയത്തിലാണ് പിന്നെ വളർന്നത്. ഇതെല്ലാം ഹിറോഷി അവളോട് പറയുകയാണ്. ഇത് പറയുമ്പോൾ നമ്മുടെ ഹിറോഷിക്ക് നെഗറ്റീവ് എനർജി വീണ്ടും അടിക്കാൻ തുടങ്ങും. സീൻ കട്ടാക്കി ഈ സമയത്ത് കാണിക്കുന്ന ഒരു രംഗമാണ്. കുച്ചിസാക്കിയോന അവൾ പിടിച്ചു വെച്ചിരുന്ന കുട്ടികളെയെല്ലാം ഉപദ്രവിക്കുകയാണ്. അതിൽ നമ്മൾ കഥയുടെ തുടക്കത്തിൽ കാണിച്ചില്ലേ ആ ആൺകുട്ടി, അവനെ കൊന്നുകളയും. അതുപോലെ കഥയുടെ തുടക്കത്തിൽ കാണിച്ചില്ലേ ഒരു കുടുംബത്തിൽ അച്ഛനോട് ചോദിക്കുന്ന പെൺകുട്ടി, ആ കുട്ടിയുടെ മുഖം അവളുടെ വാ പോലെ കീറിക്കൊടുക്കും. ഇതെല്ലാം കണ്ട് മീര അവിടെ ഇരുന്ന് നോക്കുന്നുണ്ട്. മീര അവിടെ നിന്ന് രക്ഷപ്പെടാൻ നോക്കും. എന്നാൽ കുച്ചിസാക്കിയോനയുടെ മുമ്പിൽ നിന്ന് അവൾക്ക് രക്ഷപ്പെടാൻ സാധിക്കില്ല. പിന്നെ കാണിക്കുന്നത് ഒരു അച്ഛനും മകളും കൂടി ഒരു പാർക്കിംഗ് ഏരിയയിലൂടെ നടന്നു വരുന്നതാണ്. ആ സമയത്ത് കുച്ചിസാക്കിയോനെ കൊന്ന ആ ആൺകുട്ടിയിലെ അവൻ്റെ ബോഡി അവർ കാണും. ഇത്ര വലിയ സംഭവം ഉണ്ടായിട്ടും ഒരു പോലീസുകാരെ പോലും ഇതറിയുകയോ ഇത് അന്വേഷിക്കാനൊന്നും ഈ നഗരത്തിൽ പോലീസുകാരില്ലെന്ന് തോന്നുന്നു.
കഥയിൽ ചോദ്യമില്ല. ഓക്കെ, അപ്പോൾ നമുക്ക് ബാക്കി കഥയിലേക്ക് പോവാം. പിന്നെ കാണിക്കുന്നത് ഇറോഷിയും യാമാഷും കൂടി അവൻ്റെ പഴയ വീട്ടിലേക്ക് പോവുകയാണ്. അപ്പോൾ ഇറോഷി യാമാഷയോട് ഒരു കാര്യം പറയാണ്. അപ്പോൾ നമുക്കൊരു ഫ്ലാഷ് ബാക്ക് കാട്ടും. അതിൽ നമ്മുടെ ഇറോഷി ചെറിയ കുട്ടിയാണ്. അവൻ്റെ അമ്മ മാസ്ക് എല്ലാം ധരിച്ച് അവനെ ഉപദ്രവിച്ചതിന് ശേഷം മാസ്ക് ഊരി അവനൊരു കത്തി കൊടുത്തിട്ട് പറയും, എന്നെ കൊല്ലുന്ന്. നമ്മുടെ ചെറിയ ചെക്കനായ ഇറോഷി പേടിച്ച് ഒരു മൂലയിൽ പോയിരിക്കും. എന്നാൽ അവൾ അടുത്ത് ചെന്ന് കാര്യം ചോദിക്കും. എന്നെ കൊല്ലുന്ന കാര്യം പറഞ്ഞുകൊണ്ടിരിക്കും. എന്നാൽ അറിയാതെ അവൻ്റെ കയ്യിലുണ്ടായ കത്തി കൊണ്ട് അവളുടെ വാക്കീറും. എന്നിട്ടും അവൾ പറയും, എൻ്റെ കഴുത്തിൽ കുട്ടിത്ത് എന്നെ മുഖത്തല്ല കീറാൻ എന്നെല്ലാം പറഞ്ഞ് അവനെ കൊല്ലാൻ വേണ്ടി പ്രേരിപ്പിക്കും. അവസാനം അവൻ കുത്തും. അതിനുശേഷം തൻ്റെ അമ്മയുടെ മുഖം കാണാൻ സാധിക്കാതെ അവൻ ഒരു മാസ്കെല്ലാം അവൾക്ക് ഇട്ടുകൊടുക്കും. എന്നിട്ട് ഒരു കബോർഡിൽ വെച്ച് പൂട്ടും. അതിനുശേഷം ഇപ്പോഴത്തെ സീനാണ് കാണിക്കുന്നത്. ഇതെല്ലാം യാമാഷിയോട് പറഞ്ഞതിന് ശേഷം ആ കബോർഡ് തുറക്കാണ്. ഈ സമയത്താണ് നമുക്ക് കഥയുടെ തുടക്കത്തിൽ കാണിച്ചെന്ന ആ കുശുസാക്കിയോന ഒരു ഇരുട്ടിൽ നിന്ന് വെളിച്ചത്തേക്ക് വരുന്ന സീനില്ലേ, അത് ഈ കബോർഡിൽ നിന്ന് പുറത്തേക്ക് വരുന്ന സീനാണ്. ആ ബോഡി അതിൻ്റെ ഉള്ളിൽ കാണാനില്ല. അതുപോലെ തൊട്ടടുത്തൊരു വാതിൽ. അപ്പോൾ ഇറോഷി പറയും, ഞാൻ ഇതുവരെ ഇവിടെ നിന്നിട്ടും എനിക്ക് ഈ മുറി കാണാൻ സാധിച്ചിട്ടില്ല എന്നെല്ലാം പറഞ്ഞ് അവർ മുറിയിലേക്ക് പോകും. അവിടെ നമ്മുടെ മീരയുണ്ടായിരുന്നു. അവർ ആ മീരയെ രക്ഷിക്കും. അപ്പോൾ തന്നെ ഇറോഷിക്ക് ഒരു നെഗറ്റീവ് എനർജി അടിക്കാൻ തുടങ്ങും. ഉടനെ തന്നെ അവിടേക്ക് കൊച്ചുസാക്കിയോന വന്ന് അവൻ്റെ പിന്നിൽ നിന്ന് കുത്തും. അവൻ അവിടെ തളർന്നു വീഴും. ഈ സമയത്ത് നമ്മുടെ യാമാഷിയും മീരയും കൂടി ഓടി രക്ഷപ്പെടാൻ നോക്കും. എന്നാൽ കൊച്ചുസാക്കിയോന അവരെയും ഉപദ്രവിക്കും. എന്നിട്ട് മീരയുടെ മുഖം അവളുടെ മുഖം പോലെ ആക്കി കൊടുക്കും. എന്നിട്ട് മീരയെ കൊല്ലാൻ ശ്രമിക്കുമ്പോഴേക്കും അവളുടെ അമ്മ അങ്ങോട്ട് വന്ന് ആ കുത്തേറ്റ് വാങ്ങും. എന്നിട്ട് അവളുടെ അമ്മ മരിക്കും. ഇത് കണ്ട് മീര അത്ഭുതപ്പെടും. തൻ്റെ അമ്മയ്ക്ക് തന്നോട് ഇത്ര സ്നേഹമുണ്ടെന്ന് അവൾക്ക് ഇപ്പോഴാണ് മനസ്സിലാകുന്നത്. അതിനുശേഷം നമ്മുടെ നായകൻ പെട്ടെന്ന് എണീറ്റ് വന്ന് ഒരു കത്തി എടുത്തിട്ട് കൊച്ചുസാക്കിയോനെ ബാക്കിൽ നിന്ന് കുത്തും. കൊച്ചുസാക്കിയോന ആത്മാവായിരുന്നല്ലോ. അവൻ അവൻ്റെ അമ്മയുടെ ബോഡിയാണെന്നാണ് ഫസ്റ്റ് കരുതുക. എന്നാൽ മറ്റൊരു സ്ത്രീയുടെ ബോഡിയായിരുന്നു. ആത്മാവ് പെട്ടെന്ന് ആ മീരയുടെ അമ്മയുടെ മേത്ത് കയറും. എന്നിട്ട് അവരെ ഉപദ്രവിക്കാൻ വരും. പെട്ടെന്ന് തന്നെ ഇറോഷി കത്തിയെടുത്ത് അതിനെയും കുത്തും. അതിൻ്റെ കുരക്കിലാണ് കുത്തുക. എന്നിട്ട് തല പറിച്ചെടുക്കും. അപ്പോൾ തന്നെ ആ വീട് ഇടിഞ്ഞു വീഴാൻ തുടങ്ങും. ഇറോഷിക്ക് രക്ഷപ്പെടാൻ സാധിക്കില്ല. ഇറോഷിയുടെ കാൽ മുറിഞ്ഞതുകൊണ്ട് അവൻ്റെ ചോര കൂടുതൽ പോയി അവൻ അവിടെ മരിക്കും. എന്നാൽ യാമാഷിയും മീരയും രക്ഷപ്പെടും. ഈ സമയത്ത് നമ്മളെ വീട് കെട്ടിടത്തിൻ്റെ ഉള്ളിൽ കാണിക്കുകയാണ്. അവിടെ ഇറോഷി മരിച്ചു കിടക്കുന്നുണ്ട്. അതുപോലെ അതിൻ്റെ തൊട്ടടുത്ത് അവൻ പറിച്ചു കളഞ്ഞ മീരയുടെ അമ്മയുടെ തലയുണ്ട്. അത് ചിരിച്ച മുഖത്തോടെയാണ് കിടക്കുന്നത്. തൻ്റെ മകളെ അവസാനമായി രക്ഷപ്പെടുത്താൻ സാധിച്ചു എന്നൊരു മുഖത്തോടെയാണ് അത് കാണിക്കുന്നത്. അതുപോലെ തൊട്ടപ്പുറത്ത് നിൽക്കുന്നുണ്ട് കൊച്ചുസാക്കിയോന. അത് ഇറോഷിയെ തുറിച്ചു നോക്കിക്കൊണ്ടാണ് നിൽക്കുന്നത്. പിന്നെ കാണിക്കുന്നത് യാമാഷി പ്രശ്നങ്ങളെല്ലാം തീർന്നതിന് ശേഷം തൻ്റെ ഭർത്താവിൻ്റെ അനുവാദത്തോടെ തൻ്റെ മകളെ കാണാൻ ചെല്ലുന്നതാണ്. അവിടെ ചെന്ന് മകളെ കണ്ട് എല്ലാ മാപ്പും ഏറ്റുപറഞ്ഞ് അവിടെ മുട്ടുകുത്തിയിരുന്ന കരയാണ്. ഈ സമയത്ത് മകൾ വന്ന് കെട്ടിപ്പിടിക്കും. എന്നാൽ പെട്ടെന്ന് നമ്മൾ യാമാഷിയുടെ മേത്തേക്ക് കൊച്ചുസാക്കിയോനെ കയറുകയാണ്. അവൾ പെട്ടെന്ന് ഏറ്റു നിന്നൊരു കത്രിക പുറത്തെടുത്തിട്ട് പറയും, എന്നെ കാണാൻ ഭംഗിയുണ്ടോ? ഇത് കാട്ടിയാണ് ഈ 2007 ഇറങ്ങിയ കർവ് ദ വുമൻ എന്ന സിനിമ അവസാനിക്കുന്നത്. നിങ്ങളുടെ മുമ്പിലും കൊച്ചുസാക്കിയോന വന്ന് എന്നെ കാണാൻ ഭംഗിയുണ്ടോ എന്ന് ചോദിച്ചാൽ നിങ്ങൾ എന്തു പറയുമെന്ന് കമൻ്റ് അയക്കണം. ഞാനാണെങ്കിൽ കണ്ടം വഴിയോടും. ഇനി നിങ്ങളെന്ത് ചെയ്യുമെന്ന് കമൻ്റ് അയക്കാൻ മറക്കല്ലേ. അതുപോലെ ചാനൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അതുപോലെ അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ ബായ്.